ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്ന് ഏത് സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്, റിപ്പോർട്ടുകളാണുള്ളത്? ജിഷ്ണു, എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് കോത്താരി സഹോദരന്മാരെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് കണ്ടാലോ? കാരണം അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ്, അതല്ലെങ്കിൽ രാമലക്ഷ്മണന്മാർ എന്നാണ് കൊൽക്കത്തയിൽ നിന്നുള്ള കോത്താരി സഹോദരന്മാരെ വിശേഷിപ്പിക്കുന്നത്. ഇരു സഹോദരന്മാരും 1990 നവംബർ മാസം 2-ന് അയോധ്യയിലുണ്ടായ പോലീസ് വെടിവെപ്പിലാണ് ധീര ബലിദാനികളായത്. രാമജന്മഭൂമിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ള രണ്ട് സഹോദരന്മാരാണ്. തീർച്ചയായിട്ടും അമ്മയുടെ വാക്കുകൾ ഇന്നും നമുക്ക് മുൻപിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കോത്താരി സഹോദരന്മാർക്ക് ആ 90-ലെ ആ ദിനത്തിൽ വെടിയേൽക്കുന്നത് ലാൽക്കോട്ടി എന്ന് പറയുന്ന അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിക്ക് വളരെ സമീപത്തായുള്ള ലാൽക്കോട്ടിയിൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ മുലായം സിംഗിന്റെ ഭരണകൂടം കാർ സേവകർക്ക് നേരെ അതിരൂക്ഷമായ വെടിവെപ്പ് നടത്തുന്നത്. ആ ലാൽക്കോട്ടിയുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്? അന്ന് ആ വെടിവെപ്പ് കണ്ട ഒരു അമ്മ ജനം ടിവിക്ക് ഒപ്പം ലാൽക്കോട്ടിയിൽ നിന്നും ചേരുന്നു. രാം കോത്താരി സഹോദരന്മാരെ പറ്റിയുള്ള ആ പ്രത്യേക റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങിയെത്തും. 1990 നവംബർ 1-2 തീയതികളിൽ അയോധ്യയിൽ നടന്ന പോലീസ് വെടിവെപ്പിൽ നൂറുകണക്കിന് കാർ സേവകർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് കൊൽക്കത്തയിൽ നിന്ന് അന്ന് അയോധ്യയിലേക്കെത്തിയ രാം കോട്ടാരിക്കും ശരത് കോട്ടാരിക്കും ജീവൻ നഷ്ടമായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഒരു ആശ്രമമാണ്. ഈ ആശ്രമത്തിനകത്ത് അന്ന് ഈ രണ്ട് സഹോദരന്മാർ ഇതിലേക്ക് കയറുകയും പോലീസ് അവരുടെ പിന്നാലെ എത്തി ഈ ഇരുവരെയും വെടിവെക്കുകയുമായിരുന്നു. അങ്ങനെ രണ്ട് സഹോദരന്മാർക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കൊപ്പം ഒരു അമ്മയുണ്ട്. ഈ അമ്മ അന്ന് നടന്ന കാർ സേവകർക്ക് നേരെ നടന്ന പോലീസ് വെടിവെപ്പിനൊക്കെ സാക്ഷിയായ ഒരു വ്യക്തിയാണ്. നമുക്ക് ഈ അമ്മയോട് തന്നെ അന്നത്തെ സംഭവത്തെ പറ്റി ചോദിച്ചറിയാം. മാതാജി നമസ്ते, जय श्री राम। जय श्री राम। आपका नाम क्या है? डॉक्टर ओम श्री भारती शुक्ला। उस दिन तो इधर कार सेवक सब नहा धोकर के आए थे। यहाँ छोला बन रहा था, चाय बन रही थी। 2-4 कार सेवक भी उनके साथ लगे हुए थे। वो राम भक्त होते हैं, ऐसे सब ट्रेंड होते हैं कि थोड़े थोड़े आएंगे, क्योंकि यहाँ दुकानें बंद थी, कर्फ्यू लगा था ना, तो उससे कूद के लोग आए। तो गौशाला खुली थी। अब ये नहीं पता था ये होगा ना, नहीं तो बंद रही थी। तो कार सेवक तब सभी मारे, कोई ना घुस पाते। तो हम सब यहाँ थे और हम लोग भी इधर ही थे। जब फोर्स कूदती हुई आई तो पहले वहीं अटक पूरी सड़क। तो वो कहाँ गए? 2-3 हजार जो बैठे थे उनका हिसाब कौन देगा? वो अनाम थे, अज्ञात थे, पर शहीद तो हो गए, मार तो दिए तुमने। എന്തായാലും 1990 നവംബർ മാസം 1-2 തീയതികളിൽ നടന്ന അതിരൂക്ഷമായ ആ പോലീസ് വെടിവെപ്പിനെ പറ്റി ഈ അമ്മ ഇന്നലെ നടന്നതുപോലെയാണ് ഓർത്തെടുക്കുന്നത്. അത്രത്തോളം രൂക്ഷമായിരുന്നു അന്നത്തെ ആ സാഹചര്യം. അതായത് അമ്മ കാട്ടിത്തരുന്നത് അമ്മയുടെ കൈക്കും അന്ന് പരിക്കേറ്റിരുന്നു. അതായത് സ്ത്രീകളെ ഉൾപ്പെടെ മുലായം സിംഗിന്റെ പോലീസ് അന്ന് മർദ്ദിച്ചിരുന്നുവെന്നും ഈ കൈയുടെ ഈ ഭാഗത്ത് ഇപ്പോഴും അതിന്റെ പാടുകൾ ഉണ്ട് എന്നാണ് ഈ അമ്മ പറയുന്നത്. എന്തായാലും അത്രത്തോളം രൂക്ഷമായ വെടിവെപ്പ് കാർ സേവകർക്ക് നേരെയുണ്ടായി. രാം കോട്ടാരിയും ശരത് കോട്ടാരിയും രാമജന്മഭൂമിക്ക് വേണ്ടി ഇവിടെയാണ് സ്വന്തം ജീവിതം ത്യാഗം ചെയ്തത്. എന്തായാലും ഇത്രത്തോളം ബലിദാനങ്ങൾ ഈ ഒരു രാമജന്മഭൂമിക്ക് വേണ്ടി നടന്നിട്ടുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഹിന്ദുക്കൾ സ്വന്തം ജീവിതം ഈ രാമക്ഷേത്രത്തിന് വേണ്ടി ത്യാഗം ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് 22-ന് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നത്. അയോധ്യയിൽ നിന്ന് വിവേക് നേമത്തിനൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. വിഷ്ണു, ലാൽക്കോട്ടി ആ പ്രദേശം വളരെ വൈകാരികമാണ്. ആ ഒരു അക്രമത്തിന്റെ പാടുകൾ ഇപ്പോഴും ആ അമ്മ നമുക്ക് അവിടെ കാണിച്ചു തന്നൊരു പഴയ ആശ്രമം. കർഷകർക്ക് നേരെ ആ ഒരു ആശ്രമത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ്, ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് കയറിക്കൊണ്ടാണ് ആശ്രമത്തിന് താഴേക്ക് പോലീസുകാർ വെടിവെക്കുകയും കോത്താരി സഹോദരന്മാർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. മാത്രമല്ല അമ്മയുടെ കൈക്കും അന്നത്തെ ലാത്തി ചാർജിൽ പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല എല്ലാം ഇന്നലെ സംഭവിച്ചതുപോലെ ഏതാണ്ട് 33 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പോലീസ് വെടിവെപ്പിനെ പറ്റിയാണ് അമ്മ ജനം TV പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിക്കുന്നത്. അതിരൂക്ഷമായിരുന്നു. പ്രത്യേകിച്ച് മുലായം സിംഗിന്റെ ഭരണകൂടം പോലീസ് വെടിവെപ്പ് നടത്തുന്നു, നിരവധി കാർ സേവകർക്ക് ജീവൻ നഷ്ടമാകുന്നു. അങ്ങനെ പേരെടുത്ത് പറയാവുന്ന ഏതാണ്ട് 16 പേരുടെ കണക്കാണ് നിലവിൽ UP സർക്കാർ അന്ന് പുറത്തുവിട്ടത്. പക്ഷേ അറിയപ്പെടാത്തതായ നിരവധി ആളുകൾ കാർ സേവയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഇന്നും തിരികെ എത്താത്തതായ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരിൽ പലരുടെയും ഭൗതികദേഹം ചാക്കിൽ കെട്ടി ഈ പിന്നിൽ കാണുന്ന സരയൂ നദിയിൽ
അന്നത്തെ UP ഭരണകൂടം കെട്ടിത്താത്തു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത്രത്തോളം കാർസേവകരെ എല്ലാം തന്നെ ജനൻ ടിവിയും ഈ ഒരു വേളയിൽ സ്മരിക്കുകയാണ്. ആ ഒരു രാമക്ഷേത്രത്തിന് വേണ്ടി ജീവത്യാഗം നടത്തിയ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച അതിന് പ്രേരണ നൽകിയിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും ജനൻ ടിവിയും ഈ വേളയിൽ ഓർമ്മിക്കുന്നു. ഒപ്പം മറ്റൊരു റിപ്പോർട്ടുകളിലേക്ക് കൂടി ഈ കോത്താരി സഹോദരന്മാരുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി വേഗത്തിൽ പോകാം. ഈ കോത്താരി സഹോദരന്മാരുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അവിടെയും അവരുടെ അമ്മ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് ഏറെ വൈകാരികമായ പ്രതികരണമായിരുന്നു. എനിക്ക് 2 മക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ ഈ കാർസേവയ്ക്കിടെ കൊല്ലപ്പെട്ടു. ഇനി അവിടെ രാംലല്ല പ്രതിഷ്ഠിതനാകുമ്പോൾ അതിലേക്കൊരു പൂവെടുത്ത് വെക്കാൻ അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് വെക്കാൻ എനിക്ക് മറ്റൊരു മകൻ ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു വൈകാരികമായ ഒരു പ്രതികരണം കോത്താരി സഹോദരന്മാരുടെ അമ്മ നടത്തിയിരുന്നു. ഇപ്പോൾ കോത്താരി സഹോദരന്മാരുടെ സഹോദരി പൂർണിമ ഇവിടെ അയോധ്യയിൽ രാമജന്മഭൂമിയിലുണ്ട്.